അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് രാവിലെ നമ്മൾ ചർച്ച ചെയ്ത വിഷയം ലാലേട്ടൻ്റെ ആടുമായിട്ട് ബന്ധപ്പെട്ട വിഷയമായിരുന്നു. അത് ഇനി അതിൻ്റെ ഒരു വീഡിയോ കൂടെ എനിക്ക് ചെയ്യാനുണ്ട്. ഇപ്പം നമ്മൾ ഇന്ന് 5 മണിക്കായിരുന്നു നമ്മുടെ ഹൃദയപൂർവ്വം എന്ന ലാലേട്ടൻ ചിത്രത്തിൻ്റെ സത്യനന്ദിക്കാട് ലാലേട്ടൻ ടീം ഒന്നിക്കുന്ന ഹൃദയപൂർവ്വം എന്ന ചിത്രത്തിൻ്റെ ടീസർ പുറത്തു വരുന്നത്. അപ്പോൾ ടീസർ എന്തെങ്ങനെയുണ്ട് എന്ന് നമുക്കൊന്ന് നോക്കാം. നോക്കിയ ശേഷം അതുമായിട്ട് ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ പറയാം. ഓക്കെ. Where are you from? Kerala. Oh, nice. I love Malayalam film industry. Oh. Very sensible. But my girlfriend, she's totally Bollywood style. Okay. You saw this stuff? I'm doing just for her. But I love Fafa, man. Fafa? Fahad Fasil. Oh. Avesham, Kumbalangi Nights. What a performance. Ice drama. Kadak. But we have good senior actors also. No. Only Fafa. Only Fafa? Yes. Sir. Ayo. ഒരു പ്രത്യേക വൈബുള്ള ചിത്രം തന്നെയാണ് അല്ലേ? അപ്പം ലാലേട്ടൻ്റെ ചില മുഖഭാവങ്ങളൊക്കെ ഇതിനകത്തുനിന്ന് കിട്ടുന്നുണ്ട്. പക്ഷേ ഇതെന്താണ് കഥയെന്നുള്ളതിൻ്റെ യാതൊരു ഇതും കിട്ടിയിട്ടില്ലടി. ഒരു കുടുംബചിത്രം പറയുന്നു, ആ രീതി തന്നെയാണ്. ഇപ്പം തരുൺമൂർത്തി തുടരും സംവിധാനം ചെയ്തതിന് ശേഷം കുടുംബചിത്രമാണോ അതോ ത്രില്ലർ വിഭാഗത്തിൽപ്പെടുന്ന ഒരു ആക്ഷൻ ചിത്രമാണോ എന്ന് പറയാൻ പറ്റാത്ത അവസ്ഥയിലാണ്. ഏതായാലും ഇതൊരു ലാലേട്ടൻ്റെ പഴയ രീതിയിലുള്ള ചില മാനറിസങ്ങൾ ഇതൊക്കെ ഇതിനകത്ത് കാണാൻ പറ്റുന്നുണ്ട്. മുഖഭാവത്തിൻ്റെ ചലനങ്ങളൊക്കെ നമ്മളെ രസിപ്പിക്കുന്ന രീതിയിൽ ഇതൊരു ടീസർ സാമാന്യം നല്ലൊരു ടീസർ തന്നെ അല്ലേ? ലാലേട്ടനെ ഇഷ്ടപ്പെടുന്നവർക്ക് ഇഷ്ടപ്പെടുന്ന ടീസർ തന്നെയാണ്. ലാലേട്ടനെ നമ്മളെങ്ങനെ കാണാൻ ആഗ്രഹിച്ചോ ആ രീതിയിലൊക്കെ ഉള്ള മുഖഭാവമൊക്കെ ഇതിനകത്ത് കിട്ടുന്നുണ്ട്. അതുപോലെ സംഗീത് പ്രതാപ് എന്ന വ്യക്തിയാണ് ലാലേട്ടൻ്റെ കോംബോ ആയിട്ട് വരുന്നത്. അവർ തമ്മിൽ രസകരമായിരിക്കും എന്ന് തോന്നുന്നു. അതുപോലെ സിദ്ദിഖ് ഇതിനകത്തുണ്ട്. അതുപോലെ ഒരു എന്താ പറയുന്നത്, ഒരു ന്യൂജൻ ട്രെൻഡ് ഫീൽ ചെയ്യുന്നുണ്ടല്ലേ. അപ്പോൾ ഇതിൻ്റെ അണിയറയിൽ പ്രവർത്തിക്കുന്ന മിക്കവാറും എല്ലാവരും സത്യനന്ദിക്കാടിൻ്റെ മക്കളായാലും അതുപോലെ തന്നെ തിരക്കഥാകൃത്തൊക്കെ ആയാലും ഒരു ന്യൂജൻ സ്റ്റൈൽ തന്നെ ആയിരിക്കും പിടിച്ചിരിക്കുന്നത്. അപ്പോൾ പുതുമയുള്ള കഥയിൽ നിന്നൊക്കെ നമ്മൾ പ്രതീക്ഷിക്കാം എന്ന് തോന്നുന്നു. അപ്പോൾ ഈ ടീസർ കണ്ടു കഴിഞ്ഞിട്ട് നമുക്ക് ഇതിനകത്തൊന്നും മനസ്സിലാകുന്നില്ല. എന്നാലും ഇതൊരു കുടുംബ പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെടുന്ന ഒരു ചിത്രമായിരിക്കും എന്ന് 100% നമുക്ക് ഉറപ്പ് പറയാൻ പറ്റും. ഇതിനകത്ത് ചില സീനറിയൊക്കെ കാണിച്ചു കഴിഞ്ഞിട്ട് അടിപൊളിയായിട്ടുണ്ട്. ലാലേട്ടൻ്റെ എന്താ പഴയ ലാലേട്ടനിലേക്ക് തിരിച്ചു പോകണോ അതോ പുതിയ ലാലേട്ടൻ? വേണ്ട, ലാലേട്ടനായിട്ട് കണ്ടാൽ മതി അല്ലേ? ആ രീതിയിലൊക്കെ ഇതിനകത്ത് കാണാൻ പറ്റുന്നുണ്ട്. അപ്പം പൊളിക്കില്ലേ? ഓണം നമ്മൾ പൊളിക്കത്തില്ലേ? പൊളിക്കും, 100% ഉറപ്പാടേ. ഓണം നമ്മൾ പൊളിച്ചെടുക്കും. അപ്പം ഓണത്തിന് അതിനു മുമ്പേ ട്രെയിലർ വരുമായിരിക്കില്ലേ? അതിനുവേണ്ടി നമുക്ക് കാത്തിരിക്കാം. അപ്പം ടീസർ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് തന്നെ കരുതട്ടെ. ഏതായാലും ടീസറായാലും ട്രെയിലറായാലും ലാലേട്ടൻ്റെ ചിത്രമല്ലേ, നമ്മൾ തിയേറ്ററിൽ പോയി പൊളിക്കും അല്ലേ? അടിപൊളിയാക്കും. ഈ ഓണം നമ്മൾ ആഘോഷിക്കും. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും ഞാൻ എത്തും വരെ. ഓക്കെ, ബൈ.